എടോ എവറിഥിങ് സീംസ് ഓക്കെ, തൻ്റെ സ്കാനൊക്കെ ഓൾ റൈറ്റ് ആണ്. ഓക്കെ, പിന്നെ എന്താ തനിക്ക് മുഖത്തൊരു ക്ഷീണം? ഇല്ല ഡോക്ടർ, ക്ഷീണമൊന്നുമില്ല. പിന്നെന്താ? ഡോക്ടർ പറഞ്ഞല്ലോ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല. അപ്പൊ എന്റെ ലാസ്റ്റ് ഫോളോ അപ്പിന് വന്നപ്പം ഡോക്ടർ പറഞ്ഞത് എല്ലാം ഓക്കെ ആണ്, നോർമൽ ഡെലിവറിക്ക് വേണ്ടിയിട്ട് റെഡി ആയിക്കോളാനാണ് പറഞ്ഞത്. പക്ഷേ എന്താ തന്റെ ബുദ്ധിമുട്ട്? എന്റെ ഫസ്റ്റ് ഡെലിവറി സിസേറിയൻ ആയിരുന്നു. റൈറ്റ്. അപ്പം സെക്കൻഡ് ഡെലിവറി നോർമൽ ആവാനുള്ള സാധ്യതയുണ്ടോ? എൻ്റെ ഹസ്ബൻഡിന്റെ ഡൗട്ടാണ്. ഫസ്റ്റ് ഡെലിവറി സിസേറിയൻ ആണെങ്കിൽ സെക്കൻഡ് ഡെലിവറി നോർമൽ ആകാൻ 80 to 90% ചാൻസ് ഉണ്ട്. ഇതിനെയാണ് നമ്മൾ VBAC അല്ലെങ്കിൽ വെജൈനൽ ബർത്ത് ആഫ്റ്റർ സിസേറിയൻ എന്ന് പറയുന്നത്. ഇതിപ്പോൾ എല്ലാവർക്കും പോസിബിൾ ആകണം എന്നില്ല. അതിന് കഴിഞ്ഞ സിസേറിയൻ എന്തിനാണ് ചെയ്തത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാന റീസൺ. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം സിസേറിയൻ ചെയ്തത് കുഞ്ഞ് തിരിഞ്ഞു കിടന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ എമർജൻസി ആയിട്ട് ചെയ്ത ഒരു സിസേറിയൻ ആണെന്നുണ്ടെങ്കിൽ തനിക്ക് ഇപ്രാവശ്യം തീർച്ചയായും ഒരു നോർമൽ ഡെലിവറിക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ബട്ട് കഴിഞ്ഞ പ്രാവശ്യം സിസേറിയൻ ചെയ്തത് തൻ്റെ പെൽവിസിന് അല്ലെങ്കിൽ തൻ്റെ ഇടുപ്പെല്ലുകൾക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നെങ്കിൽ അത് ഇപ്രാവശ്യം നമുക്ക് മാറ്റാൻ പറ്റുന്നൊരു ഇൻഡിക്കേഷൻ അല്ലല്ലോ. തൻ്റെ ഹെൽത്തും തൻ്റെ കുഞ്ഞിൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷനും ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മളിത് പറയുന്നത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ തൻ്റെ കഴിഞ്ഞ സിസേറിയനിൽ തൻ്റെ യൂട്രസിൽ ഉണ്ടായിരിക്കുന്ന മുറിവ് ഏത് രീതിയിലുള്ളതാണെന്നുള്ളതാണ്. പിന്നെ 18 months കഴിയണം കഴിഞ്ഞ സിസേറിയനിൽ നിന്ന് ഇപ്പോൾ ഒരു നോർമൽ ഡെലിവറിക്ക് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും തനിക്ക് ഓൾ റൈറ്റ് ആണ്. അപ്പോൾ ഈ ഉള്ള റീസൺസ് കാരണമാണ് തനിക്കൊരു നോർമൽ ഡെലിവറിക്ക് ട്രൈ ചെയ്യാം എന്ന് പറയുന്നത്. ലോങ് ടൈം താൻ പെയിൻ ആയിട്ട് കിടന്നിട്ടാണ് സിസേറിയൻ ചെയ്തിരുന്നതെങ്കിലും നമ്മൾ ഇപ്രാവശ്യം ഒരു നോർമൽ ഡെലിവറിയെ പറ്റി ചിന്തിക്കില്ലായിരുന്നു. ബട്ട് ഇപ്പോൾ തനിക്ക് നമ്മൾ വെയിറ്റ് ചെയ്ത് തൻ്റെ ഡേറ്റ് വരെ വെയിറ്റ് ചെയ്തിട്ട് തനിക്ക് പെയിൻ വന്നു കഴിഞ്ഞ് നമുക്ക് ഈസി ആയിട്ട് ഒരു നോർമൽ ഡെലിവറിക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഈ സമയത്ത് നമ്മൾ ഫുൾ ടൈം തന്നെ ലേബർ റൂമിൽ കെയർഫുൾ ആയിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. ഡെലിവറി കഴിഞ്ഞിട്ടായാലും തന്നെ വളരെ കെയർഫുൾ ആയിട്ട് ലേബർ റൂമിൽ കുറച്ചു നേരം മോണിറ്റർ ചെയ്യും. ഈ ഒരു പ്രസവവും ഇനി അടുത്തൊരു പ്രസവം ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതും തനിക്ക് നോർമൽ ഡെലിവറിക്കുള്ള എല്ലാ പോസിബിലിറ്റീസും ഉണ്ട്. ഓക്കെ, തൻ്റെ വിഷമമൊക്കെ മാറിയോ? താങ്ക് യു ഡോക്ടർ, താങ്ക് യു സോ മച്ച്. ഒരു കാലത്ത് ഒബ്സ്റ്റട്രിക്സിൽ ഒരു ഡിക്റ്റം ഉണ്ടായിരുന്നു, വൺസ് എ സിസേറിയൻ ഓൾവേസ് എ സിസേറിയൻ. അതായത് ഒരിക്കൽ സിസേറിയൻ കഴിഞ്ഞയാളാണെങ്കിൽ പിന്നെ എല്ലാ കാലവും അവർക്ക് സിസേറിയൻ മാത്രമേ പോസിബിൾ ആയിരുന്നുള്ളൂ എന്നത്. പക്ഷെ അങ്ങനെയല്ല, ഒരു തവണ സിസേറിയൻ കഴിഞ്ഞയാളാണെങ്കിൽ ഈ പറഞ്ഞ ഇൻഡിക്കേഷൻസ് കാരണമായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും അടുത്ത പ്രാവശ്യം ഒരു വെജൈനൽ ഡെലിവറിക്ക് ട്രൈ ചെയ്യാവുന്നത് തന്നെയാണ്.